ത്രിയേക ദൈവത്തെ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവായ ത്രിത്വൈക ദൈവം നമ്മിൽ തന്നെ വസിക്കുന്നു. ഇത് സത്യമാണോ? ഇതൊക്കെ ഒരു കഥയല്ലേ? അല്ല, സത്യമായിട്ടും കണ്ടോ? അതാണ്. ഇനി എന്താ? ഈ ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ തന്നെ നമ്മൾ ആരെ സമീപിക്കുന്നുവോ ആ വ്യക്തിയിലും ത്രിത്വൈക ദൈവം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു? ഈശോ മിശിഹായ്ക്ക് സ്തുതി. നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ, അവിടെ എങ്ങനെയാ ചെയ്യണേ? ജയേശു ജയേശു. ആരെ കണ്ടാലും അവർ ജയേശു ജയേശു ജയേശു. അപ്പം മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ് എവാഞ്ചലൈസേഷൻ്റെ ആദ്യത്തെ പടി. ക്രിസ്തു ക്രിസ്ത്യാനികളിൽ മാത്രമാണോ? പിന്നെ ആരിലെല്ലാം ഉണ്ട്? എല്ലാ മനുഷ്യരിലും ഉണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. മനസ്സിലായോ? പക്ഷെ അവരെ കാണുമ്പോൾ നമ്മൾ സല്യൂട്ടൊന്നും കൊടുക്കുന്നില്ല. ചിലപ്പോൾ അവരിങ്ങോട്ട് സല്യൂട്ടൊക്കെ ചേരാറുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും ക്രിസ്തുവുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രസിദ്ധമായ ഗീതം, അതിനെ ബേസ് ചെയ്തിട്ടാണ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാക്രിക ലേഖനം തന്നെ ലൗദാത്തെ സി, ദൈവത്തെ സ്തുതിക്കുന്നു. ബ്രദർ സൺ, സഹോദരനായ സൂര്യനെ, സഹോദരിയായ ചന്ദ്രനെ, കാറ്റേ, മഴയെ, ദൈവത്തെ സ്തുതിക്കുന്നു. അതാണ് ഫ്രാൻസിസ് അസീസിയെ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കാൻ തക്ക വിധത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ജ്വലിച്ച ഒരു വ്യക്തി. സകല സൃഷ്ടിയും ദൈവത്തിൻ്റെതാണ്, ദൈവം അവരിലുണ്ട്. അവരെല്ലാം നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. ഒരു ചെന്നായി ആ നാട്ടിൽ വന്നു, എല്ലാവരും ചെന്നായിയെ ഭയന്ന് വീട്ടിലിരിക്കുന്നു. ഫ്രാൻസിസ് മാത്രം അവിടെ ചെന്നു സംസാരിക്കുന്നു ചെന്നായിയോട്. ആൾക്കാരെല്ലാം, നീ പോലെ അവിടേക്ക്, ചെന്നായി നിന്നെ കൊല്ലും. ഇല്ല, ചെന്നായി എൻ്റെ സഹോദരനാണ്. ചെന്നായി പറയണത്, എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് എല്ലാ ദിവസവും ആരെങ്കിലും ഭക്ഷണം തരികയാണെങ്കിൽ ഞാൻ ആരെയും കടിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് ചെന്നായിക്ക് എല്ലാ ദിവസവും ഓരോ കുടുംബക്കാർ ഭക്ഷണം കൊടുക്കാൻ തീരുമാനിക്കാമോ? തീരുമാനിക്കാം. അങ്ങനെ ചെന്നായി പിന്നൊന്നും ചെയ്തില്ല. കണ്ടോ? ചെന്നായിയോട് ഫ്രാൻസിസ് സംസാരിച്ചു, ചെന്നായിയുമായിട്ട് ഒത്തുതീർപ്പായി. വരുവിൻ. അപ്പം നമ്മുടെ സുവിശേഷ വേലയുടെ ആദ്യത്തെ ഒരു ഭാഗം, എല്ലാവരും നമ്മുടെ സ്നേഹിതരാണ്, എല്ലാവരും ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ്, എല്ലാവരിലും ക്രിസ്തു ഉണ്ട്. ഞാനൊരു ഗാനം പണ്ട് എഴുതിയത് ഇങ്ങനെയാണ്, ഞാനല്ല, അതൊരു പ്രവചനഗീതമാണ്. പ്രവചനഗീതം: എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു, അതാണ് ദൈവരാജ്യം. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, അതാണ് ദൈവരാജ്യം. എന്നിൽ ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, എല്ലാ ജാതി മതസ്ഥരിലും യേശു ക്രിസ്തു വാഴുന്നു, ക്രിസ്തു, നിന്നിൽ ക്രിസ്തു, എല്ലാവരിലും ക്രിസ്തു, അതാണ് ദൈവരാജ്യം. ഓക്കെ. അപ്പോൾ ഈ ഒരു, ഞാൻ ഭയങ്കര വേഗം എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ദൈവസ്നേഹം നമ്മളിൽ നിറയുന്നത് ഒരു തത്വം അനുസരിച്ചല്ല, പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ദൈവസ്നേഹത്തെ ഒഴുക്കുമ്പോൾ മാത്രമാണ് എല്ലാവരിലും ക്രിസ്തുവിനെ കാണാനും അവരുടെ കുറവുകൾ കാണാതെ
കണ്ടിട്ടും കാണാതെ, കേട്ടിട്ടും കേൾക്കാതെ അവരിലുള്ള നന്മ മാത്രം കാണുന്ന തരത്തിൽ ഒരു കണ്ണ് വേണം നമുക്ക്. അവരിലുള്ള നന്മ മാത്രം. അന്യരിൽ നന്മ കാണാൻ, അതു കണ്ടാനന്ദിക്കാൻ, എന്നക കാമ്പീരന് വെളിച്ചം തരേണമേ. കമാൺ. വെളിച്ചം തരേണമേ, വെളിച്ചം തരേണമേ, നിത്യമാ പ്രകാശമേ, വെളിച്ചം തരേണമേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഈ ആത്മാവെ പരിശുദ്ധാത്മാവ് എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ ഇതെല്ലാം നമ്മളിലേക്ക് പ്രസരിക്കണം. പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായൊരു പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം വീണ്ടും വരദാനങ്ങളെക്കുറിച്ചൊരു ക്ലാസ് തന്നിട്ട് വീണ്ടും നമ്മൾ ഒരു പുതിയ ടീം ഫോം ചെയ്ത് വർക്ക്ഷോപ്പിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള നമ്മുടെ പ്ലാനിൽ 2 ടോക്കും 2 വർക്ക്ഷോപ്പും ഉണ്ട്. വളരെ വേഗം ചെയ്യണം. ഈ പ്രാവശ്യത്തെ വർക്ക്ഷോപ്പിൽ നമ്മളൊരല്പം ഇങ്ങനെ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ എമ്മാവൂസിലെ ധ്യാനം കൂടി എത്ര പേര് കൂടി ഉണ്ടാവുന്നത്? കരം ഉയർത്തിയേ. 1 2 3 4 5 6 7 8 9 10. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ ഇവരെ ഓരോരുത്തരും നമ്മുടെ ടീമിൽ നിർത്താവുന്ന മാതിരി ഒരു ഗ്രൂപ്പ്. അവരവിടെ 5 ദിവസം മുഴുവനും വർക്ക്ഷോപ്പ് നടത്തി നല്ല പരിചയമായതുകൊണ്ട് അവർ അപ്പോൾ നിങ്ങളെ അഗ്വായി കരയുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ അനിമേറ്റ് ചെയ്യും, സഹായിക്കും. റീഷഫിൾ ചെയ്യാം, നമ്മൾ റീഷഫിൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് പ്രധാനമായിട്ട് ഒരു കാര്യം സത്യമാണ്. സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് പ്രഘോഷിക്കാം. എന്നാൽ ആദ്യമായിട്ട് നമ്മൾ വ്യക്തിപരമായ ഓരോരുത്തരോട് പ്രഘോഷിക്കാം. ഈശോ തന്നെ ഒരു വ്യക്തിയെ കാണാൻ ഒരു കിണറ്റിൻ്റെ അടുക്ക് പോയി ഇരിക്കുകയാണ്. അവൾ വരും. അവൾ ഈ സമയത്ത് എല്ലാ ദിവസവും വെള്ളം പിടിക്കാൻ വരുന്നത് കണ്ടോ? യേശുവിൻ്റെ സുവിശേഷ വേല നോക്കിയേ. ഒരാളെ കാണാൻ നോക്കിയിരിക്കണം. ആൾ വന്ന് സംസാരിച്ചു. ആ സംസാരത്തിൻ്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ദർശനവരം അനുസരിച്ച് ഈശോ പറയാണ്, നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. നീ പറഞ്ഞത് ശരിയാ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇതെങ്ങനെ ഈശോന് മനസ്സിലായി? അതാണ് ദർശനപരം, വേർഡ് ഓഫ് നോളജ്. അവളാകെ ഷോക്കടിച്ചു. അങ്ങൊരു പ്രവാചകനാണല്ലോ. ഇനി അവളിൽ പോയിട്ട് ഈ പട്ടണത്തിൽ പോയിട്ട് പറഞ്ഞത് എന്താ? എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞ ഒരാളെ വന്ന് കാണുവേ. കണ്ടോ? ഷോ, എനിക്ക് രോമാഞ്ചം ഉണ്ടാവും. ആ പ്രദേശത്തെ ആൾക്കാരെ മുഴുവനും അവൾ വിളിച്ചോണ്ടോ. കണ്ടോ? ഇതിൻ്റെയൊക്കെ അനിമേഷൻ ഫിലിം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബിൽ പോയാൽ നിങ്ങൾക്ക് കാണാം. അപ്പം അവിടെ ഒരു കാര്യം ചേർത്തിട്ടുണ്ട്. ഇവള് വന്നപ്പോൾ പത്രോസ് ഇവരൊക്കെ കണ്ടുമുട്ടിയപ്പോൾ പത്രോസ് പറയാണ്, കർത്താവ് എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. പക്ഷെ ഇപ്പം എന്നേക്കാൾ കൂടുതൽ നീയാണല്ലോ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നത്. ഇങ്ങനെ അവർ തമ്മിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 2-3 തരത്തിലുള്ള സുവിശേഷ വേലയാണ് നമ്മുടെ മുമ്പിൽ. ആദ്യം 1 to 1 നമ്മൾക്ക് ഒരാളോട് എങ്ങനെ സുവിശേഷ വേല ചെയ്യണം, പിന്നെ ഒരു കുടുംബത്തിനോട് എങ്ങനെ സുവിശേഷ വേല ചെയ്യണം, പിന്നെ ഒരു സമൂഹത്തിനോട് എങ്ങനെ സുവിശേഷ വേല. എല്ലാത്തിനും ആവശ്യമായിട്ടുള്ളത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ റെഡൻഡോറിസ് വിസിയോ അതിൽ 3-ാമത്തെ അധ്യായം പരിശുദ്ധാത്മാവാണ് സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ചാലക ശക്തി. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ഒന്നും ചെയ്യേണ്ടതാണ് പറഞ്ഞേക്കണേ. അവിടെ ഒന്നും ചെയ്യണ്ട. നമ്മൾ എത്ര വലിയ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്താലും ഒരാളുടെയും ആത്മാവിനെ തൊടാൻ പറ്റില്ല പരിശുദ്ധാത്മാവ് ഇല്ലാതെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ, ദർശനവരം, പ്രവചനവരം, ഭാഷാവരം, രോഗശാന്തിവരം, ഈ വരദാനങ്ങളെ നമ്മൾ പ്രവർത്തനനിരതമാക്കണം. ഇന്ന് നമ്മളിപ്പോൾ
വേണമെങ്കിൽ ഇപ്പോൾ എന്താ പറയണമെന്ന് അറിയില്ല, പരിശുദ്ധാത്മാവ് നയിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഈ ദാഹത്തോടു കൂടി നമുക്ക് പാടാം. കമാൺ. ആത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ വരെ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദാഹത്തോടെ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ വാഴുന്ന ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ദാഹത്തോടെ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹമാർത്തി ജ്വാലയ എന്നിൽ കത്തി പരരണമേ സ്നേഹാർത്തി ജ്വാലയ എന്നിൽ കത്തി പരരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ദൈവത്തിനാലയം ഞാനല്ലോ ദൈവത്തിൻ കൂടാരം വ്യക്തിപരമായി സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിനാലയം ഞാനല്ലോ ദൈവത്തിൻ കൂടാരം ഞാനല്ലോ ദൈവജനം ദൈവമകൻ ഞാൻ ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ ദൈവജനം ദൈവമകൻ ഞാൻ ദൈവത്തിൻ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ കൈയടിച്ച് വേണം. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവം സുഖനായി മാറി ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവം സുഖനായി മാറി പിതാവിനോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ എല്ലാവരും പിതാവിനോട് കൂടെ പുത്രനോട് കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ദാഹത്തോടെ സ്നേഹാഗ്നി ജ്വാലയ എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയ എന്നിൽ കത്തി പടരണമേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നി ജ്വാലയ എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയ എന്നിൽ കത്തി പടരണമേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നി ജ്വാലയ എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയ എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നി ജ്വാലയ
അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, അഭിഷേകം നിറഞ്ഞ, അഭിഷേകം കത്തിപ്പെടണമേ. സ്നേഹാഗ്നിയായി ഞങ്ങൾ നിറയണമേ, സ്നേഹാഗ്നിയായി ഞങ്ങൾ നിറയണമേ. അഭിഷേകം കത്തിപ്പെടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കത്തിപ്പെടണമേ, കത്തിപ്പെടണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിനോട് ശാന്തി ആനന്ദപ്പെട്ട് നിറയണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയണമേ. സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. സ്നേഹം, ശാന്തി, ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. Praise the Lord. ഇരിക്കാം. പെട്ടെന്ന് ഞാനൊരു ചിത്രം വരച്ച കണ്ടോ അവിടെ? എന്താണത്? എന്താണത്? മുന്തിരിച്ചെടിയും ശാഖയും കണ്ടു. അപ്പൊ ഈ മുന്തിരിച്ചെടിയുടെ അതൊന്ന് ക്യാമറ ഇങ്ങോട്ടേക്ക് എടുക്കാമോ? ഈ മുന്തിരിച്ചെടിയുടെ പ്രത്യേകത കണ്ടോ? ഇതിൽ തായ്തണ്ടിലെങ്ങും ഫലം ഉണ്ടാവുന്നില്ല. ഈ ശാഖ തായ്തണ്ടിൽ ഒഴുകുന്നതെല്ലാം ശാഖയിലൂടെ ഒഴുകുന്നു. കണ്ടോ? ഇവിടെ ഒരു കൺട്രോൾ വാൽവ് ഇല്ല. എന്നിട്ട് ശാഖയിൽ മാത്രമേ ഫലമുണ്ടാവുന്നുള്ളൂ. ഞാൻ യൂറോപ്പിൽ ചെന്നിട്ട് ആദ്യം പോയി ആഗ്രഹിച്ചതൊരു മുന്തിരി തോട്ടം കാണണം. കാരണം ഇതെനിക്ക് അറിയാമായിരുന്നു, പക്ഷെ അതൊന്ന് ഫിസിക്കലായിട്ടൊന്ന് കാണാൻ. ഓരോ മുന്തിരി ചെടിയുടെ അടുത്ത് ചെന്ന് നോക്കി, തായ്തണ്ടിൽ ഒറ്റ മുന്തിരിയില്ല. ഭയങ്കര സന്തോഷമായി. മനസ്സിലായോ? തായ്തണ്ടില് ഒറ്റ മുന്തിരിയില്ല. ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിലധികം മുന്തിരിച്ചെടി ഇല്ലല്ലോ. അപ്പോൾ ഒരു ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കണം. ഇതൊരു ബൊട്ടാനിക്കൽ ഫാക്റ്റാണ്. അതുകൊണ്ടാണ് ഈശോ ഈ ഉപമ വളരെ ഏറ്റവും വലിയ ഉപമയാണിത്, ഏറ്റവും അവസാനത്തെ ഉപമയും. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി, നിങ്ങൾ എൻ്റെ ശാഖകൾ. ഈശോ ഇങ്ങനെ പറഞ്ഞില്ല, നിങ്ങളില്ലാതെ എനിക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് ഈശോ പറഞ്ഞില്ല. കാരണം ദൈവത്തിനെല്ലാം സാധ്യമാണല്ലോ. നിങ്ങളില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഈ കല്ലുകളിൽ നിന്ന് ഞാൻ അബ്രാഹത്തിന് മക്കളെ ഉണ്ടാക്കുന്നു. മനസ്സിലായിട്ടുണ്ടോ? പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു സത്യം, ദൈവം നമ്മളിലൂടെ അല്ലാതെ ഒരു കാര്യവും ലോകത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് ദൈവം നമ്മളുമായിട്ട് ഉള്ള ഒരു വ്യക്തിബന്ധത്തിലാണ്. അതൊരു വ്യക്തിബന്ധമാണ്, ഒരു വ്യക്തിത്വമാണ്, ഒരു സ്നേഹത്തിൽ അടിയുറച്ചുള്ള ഒരു കവനന്റ് റിലേഷനാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഒരു കവനന്റ് റിലേഷനാണ്. എന്താ കവനന്റ് എന്ന് പറഞ്ഞാൽ? ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് ഒരു കവനന്റ്? കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ പണി തീർന്ന കോൺട്രാക്ട് കഴിഞ്ഞില്ലേ? കോൺട്രാക്ട് അല്ല, എവർലാസ്റ്റിംഗ്. എന്താണ് അതിന് വേറൊരു വാക്കുണ്ട്? ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അകത്ത് സംഭവിക്കണേ? എനിക്ക് ആ ശബ്ദം കേൾക്കാൻ എൻ്റെ കാതുകൾ കൊതിക്കുകയാണ്. അതെ, ആ വാഗ്ദാനത്തിൻ്റെ അകത്ത് എന്താണ്? എന്തിൻ്റെ വാഗ്ദാനമാണ്?
ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കയറി. ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവൻ അവൾക്ക് കൊടുക്കുകയും അവളുടെ ജീവൻ എനിക്ക് തരികയും, അങ്ങനെ 2 ജീവന്റെ കൈമാറ്റമാണ് അവിടെ. ഇനി ഈ 2 ജീവൻ തമ്മിൽ ഒന്നായിരിക്കുന്നു. ഒരിക്കലും അകറ്റാൻ പറ്റാത്ത രീതിയിൽ ഈ 2 ജീവനും തമ്മിൽ ഒന്നായിരിക്കുന്നു. അതാണ് ഉടമ്പടി. ജീവൻ ആണ് ജീവിത പങ്കാളി. എൻ്റെ ജീവിത പങ്കാളി ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല, ജീവിത പങ്കാളി ഇതൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ഹാർട്ട്, അതിൻ്റെ രഹസ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വിവാഹമെന്ന കൂദാശയിലൂടെ നമ്മുടെ ജീവിത പങ്കാളിയുമായിട്ടൊന്നാകുകയും ഇനി ഒരിക്കലും അത് അകറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്ന് പറയണമെന്നില്ല. എന്നാൽ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഇത് ദൈവവും മനുഷ്യനുമായ ഉടമ്പടിയുടെ ഒരു വിശേഷമാണ് നമ്മളിലേക്ക് വരുന്നത്. ദൈവവും മനുഷ്യനുമായിട്ട് അങ്ങനെ ഒരു ഉടമ്പടി ബന്ധമാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത്. കാരണം എനിക്ക് ഇവരുമായിട്ട് ഒന്നാകണം. ഇപ്പോൾ ക്ലാസ് ഇപ്പോൾ വേറെ വഴിക്ക് പോകണല്ലോ. ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദത്തിനോട് പറഞ്ഞു, നീ ഈ ഭൂമിയിലുള്ള സകല സൃഷ്ടിജാലങ്ങളും നിന്നെയാണ്, നീ അതിന് പേരിട്ടോ. അപ്പോൾ ഉൽപ്പത്തി 2:19 നമുക്ക് കാണാം, ആദം ഇങ്ങനെ ഇരിക്കുകയാണ് വലിയ മുതലാളിയുടെ മാതിരി. അപ്പോൾ ഓരോരോ ജന്തുക്കൾ ഇങ്ങനെ പോവുകയാണ്. ഓരോന്നിനും ആദം പേരിട്ടു. നീ കഴുത, നീ കുതിര, നീ ആന, നീ കുരങ്ങ്, പട്ടി, പോത്ത്. ആദം പേരിട്ടതൊക്കെ പേരായി. പക്ഷെ അവിടെ എന്നിട്ട് അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ അവയിലൊന്നിനും തൻ്റെ ഇണയാകാനുള്ള ഒരാളെ കണ്ടെത്തിയില്ല. കണ്ടോ കാർന്നൂരിന്റെ നോട്ടം എവിടെയായിരുന്നു? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച കാലം പോലെ നോക്കാൻ തുടങ്ങിയതാണില്ലേ. 10ാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ നോട്ടം എന്തായിരുന്നു? ഈ പെൺകുട്ടികളിൽ ആരെങ്കിലും നമുക്ക് പറ്റിയതുണ്ടോ? ഇല്ലേ? ഞാനൊക്കെ അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഓരോ പെൺകുട്ടിയെ കാണുമ്പോൾ ഇവളെങ്ങാനും എനിക്ക് പറ്റിയ ഇണയാണോ? ഇതിൽ ആരെയും കുറ്റം പറയണ്ട. അത് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഒരു മനുഷ്യ സഹജമായ അവസ്ഥയാണ്. അത് ആദത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ഈ മൃഗങ്ങളിൽ ഒന്നിലും തനിക്ക് ചേർന്ന ഇണയെ കണ്ടില്ല. എന്താ അതിൻ്റെ കാരണം? വലിയ രഹസ്യമാണത്. എന്താ അതിൻ്റെ കാരണം? ഈ മൃഗങ്ങളൊന്നും ഈ ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ ഛായയിലും സാദൃശ്യത്തിലും അല്ലായിരുന്നു. അപ്പൊ എന്താണ് മനുഷ്യന്റെ ദൈവം അവസാനം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ഛായ? ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റഗിസം 357 ഇത് നിങ്ങൾ എഴുതി വെച്ചോ, വീട്ടിൽ ചെന്ന് തുറന്ന് വായിച്ച് പഠിക്കണം. 357 പറയുകയാണ്, മനുഷ്യൻ ദൈവഛായയിലായിരിക്കുന്നതിനാൽ മനുഷ്യന് ഒരു വ്യക്തിയുടെ മാഹാത്മ്യമുണ്ട്. അത്രയും പഠിക്കണുള്ളൂ. മനുഷ്യൻ മാത്രമാണ് ദൈവം സൃഷ്ടിച്ചതിൽ ഒരു വ്യക്തിയായി. എങ്ങനത്തെ വ്യക്തി? ദൈവത്തെ പോലെയുള്ള ഒരു വ്യക്തി. ദൈവം മാത്രമാണ് ഒരു വ്യക്തിയായിട്ടുള്ളൂ. ദൈവം സൂര്യൻ സൃഷ്ടിച്ചു, സൂര്യൻ വ്യക്തിയാണോ? ദൈവം ആനയെ സൃഷ്ടിച്ചു, ആന വ്യക്തിയാണോ? പോത്ത് വ്യക്തിയാണോ? നല്ല സൗന്ദര്യമുള്ള മയിൽ വ്യക്തിയാണോ?
ഈ സൂര്യചന്ദ്രയൂഹം മുഴുവനും വ്യക്തിയാണോ? ഈ മനോഹരമായ സൃഷ്ടിപ്രപഞ്ചം വ്യക്തിയാണോ? അല്ല. അതെല്ലാം സൃഷ്ടിച്ചു കഴിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഇനി നമുക്ക്, കണ്ടോ വാക്കെന്താ? നമുക്ക്. നമുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ പ്ലൂറലല്ലേ? നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്തിനാ? എനിക്ക് അവനുമായിട്ടൊന്നാകണം. അവളെ മനുഷ്യരെ എൻ്റെ മണവാട്ടിയാക്കും ഞാൻ. അപ്പൊ അന്നേ തന്നെ മനുഷ്യരെ തൻ്റെ മണവാട്ടിയാകാൻ തക്ക വിധത്തിൽ ചേരുമ്പടി ചേരുന്ന ഒരാത്മീയവും അനശ്വരവുമായ ആത്മാവോടുകൂടിയാണ് ദൈവം സൃഷ്ടിച്ചത്. ഒന്ന് വ്യക്തി, ഛായ എന്ന് പറയുന്നത് വ്യക്തിത്വം, സാദൃശ്യം 1703 കാറ്റഗിസത്തിൽ 1703 പറയുന്നത്, ദൈവം സൃഷ്ടിച്ചവയിൽ മനുഷ്യൻ മാത്രമാണ് ആത്മീയവും അമർത്യവുമായ ആത്മാവുള്ള, ആത്മീയവും അമർത്യവും, സ്പിരിച്വൽ ആൻഡ് എറ്റേണൽ, അമർത്യമായ ഒരാത്മാവുള്ള. അപ്പൊ ഈ സൃഷ്ടികളിലും ഒരു തരത്തിലുള്ള ആത്മാവുണ്ട്. അതാണ് അതിന് ജീവൻ നൽകുന്നത്. പക്ഷേ അതിന് അമർത്യതയില്ല. അത് ചാവുമ്പോൾ അത് ചത്തു. പക്ഷെ മനുഷ്യൻ ചാവുമ്പോൾ അവൻ്റെ ആത്മാവ് ചാവുന്നില്ല, ആത്മാവ് മരിക്കുന്നില്ല. ആത്മാവ് അമർത്യമാണ്. അങ്ങനെ അമർത്യമായ ആത്മാവുള്ള ഏക സൃഷ്ടി മനുഷ്യൻ മാത്രമാണ്. എന്തിനാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചത്? ദൈവം ആത്മാവാണ്, ദൈവം അമർത്യനാണ്. അങ്ങനെ ആ ദൈവത്തിൻ്റെ വലതുകരം കണ്ടോ, ദൈവം ആത്മാവാണ്, അമർത്യമാണ്. ആ ദൈവം, ആ ദൈവിക ജീവൻ മാനുഷിക ജീവനിൽ ലയിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. എന്താണ് കൃപ? ദൈവിക ജീവൻ. ഒന്ന് കരം ഉയർത്തിയെങ്ങനെ? വലതുകരം ഉയർത്തിയ ദൈവിക ജീവൻ, ഇടതുകരം മാനുഷിക ജീവൻ. നമ്മുടെ മനുഷ്യ ജീവനിലേക്ക് ഈ ദൈവിക ജീവൻ കടന്നു വന്ന് അതിനെ പുൽകുന്നു, അതുമായിട്ടൊന്നാകുന്നു. അതിന് കൃപ എന്ന് പറയുന്നു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ. അപ്പൊ കൃപ, നമ്മൾ ധാരാളം കൃപയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ കൃപ എന്ന് പറയുന്നത് ഇതാണ്. കാറ്റഗിസം 1997. ദൈവിക ജീവനിലുള്ള ഭാഗഭാഗിത്വം അല്ലെങ്കിൽ പങ്കാളിത്വമാണ് കൃപ. ഓക്കെ. അപ്പൊ ഇതെല്ലാം പഠിക്കേണ്ടത് പരിശുദ്ധാത്മാവ് എവിടെയാ വരുന്നത്? ഈശോ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ മേലെന്ന് പറഞ്ഞാൽ എവിടെയാ? തലയിലാണോ? ശരീരത്തിൻ്റെ പുറത്താണോ? എൻ്റെ മേലെന്ന് പറഞ്ഞാൽ ആത്മാവിലാണ്. ആ ആത്മാവിൽ നിന്നാണ്. ഇപ്പൊ നമുക്ക് നല്ല സൗകര്യമായല്ലോ ഇവിടെ. ക്യാമറ. അതായത് നമ്മളുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്. ഈ ആത്മാവിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു. ഈ ത്രിത്വൈക ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ത്രിത്വൈക ദൈവവും തന്നെയാണ്. നമ്മുടെ ആത്മാവിൽ ദൈവം വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിലേക്ക് ദൈവം ജീവൻ പകരുന്നു. ആത്മാവാണ് ശരീരത്തിനും മനസ്സിനും ജീവൻ നൽകുന്നത്. നമ്മുടെ ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്കും മനസ്സിലേക്കും ദൈവിക ശക്തി ഒഴുകുമ്പോഴാണ് നമ്മളുടെ ജീവൻ അനിമേറ്റ് ചെയ്യപ്പെടുന്നത്. ആത്മാവ് നമ്മുടെ ശരീരത്തെ വിട്ടുപോയാൽ
എന്ത് പറയും നമ്മൾ? വടിയായി എന്നൊക്കെ പറയൂലേ? നമ്മൾ മരിച്ചു. അപ്പോൾ നമ്മളുടെ മരണം എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും തമ്മിൽ വേർപെടുന്നതാണ് മരണം. രണ്ടും അവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് വസിക്കുന്നു. അത് രണ്ടും സ്പിരിറ്റാണ്. അതിൻ്റെ നേച്ചർ സ്പിരിറ്റാണ്. മനസ്സിലായോ? അതാണ് അമർത്യമാണ്. നമ്മുടെ ആത്മാവ്, അതിൻ്റെ നേച്ചർ സ്പിരിറ്റ്, ആത്മീയ നേച്ചറാണ്, അമർത്യമായതാണ്. അതുകൊണ്ട് ദൈവാത്മാവ്, ആത്മീയവും അമർത്യവുമായ ദൈവാത്മാവിന് നമ്മുടെ ആത്മാവിൽ ഇതുണ്ടോ ചേരാൻ പറ്റും. നമ്മൾ ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാ പ്രാർത്ഥിക്കണേ? പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ദൈവിക ജീവൻ പകരുന്നു. അങ്ങനെ നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സിനും ശരീരത്തിലേക്കും അതിനെ ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യണോ അതൊക്കെ ചെയ്യാൻ പറ്റും. ഈ വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ഇല്ലെങ്കിൽ നമുക്കൊന്നും വിജയിക്കില്ല. ഇന്ന് രാവിലെ നമ്മൾ മെഡിറ്റേഷൻ നടത്തി പ്രാർത്ഥിച്ചു. ഈശോ ആരാണ്? ഈശോ പറയാണ്, ഞാനാകുന്നു പുനരുത്ഥാനം. എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം ഒരു വ്യക്തിയാണ്. ഞാനാകുന്നു ജീവന്റെ അപ്പം. ഈ അപ്പം ഒരു വ്യക്തിയാണ്. എന്തിനാണ് അവിടെ ഈ വ്യക്തിത്വം എടുത്ത് പറയണത്? ഞാൻ നിന്റെ വ്യക്തിത്വത്തിൽ പറ്റിപ്പിടിക്കാം. 63-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വിശുദ്ധ അഗസ്തീനോസാണ് ഈ എല്ലാ സങ്കീർത്തനങ്ങളെ കുറിച്ചും മനോഹരമായ വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. അതിൽ അഗസ്തീനോസ് പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്: ഒറിജിനൽ ടെക്സ്റ്റ് ആണ്. നമ്മുടെ ഇപ്പോഴുള്ള ടെക്സ്റ്റുകളെല്ലാം ആധുനികമായ ചില ഭാഷാശൈലികളിലൂടെ അതിൻ്റെ ഒറിജിനിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഈ പിതാക്കന്മാരുടെ ലിഖിതങ്ങൾ വായിക്കുമ്പോൾ ഒറിജിനൽ ടെക്സ്റ്റാണ് അവർ കോട്ട് ചെയ്തേക്കുന്നത്. അതിൽ പറയുന്നത് ഇതാണ്: മൈ സോൾ ഈസ് ഗ്ലൂഡ് വിത്ത് യു എന്നാണ്. എൻ്റെ ആത്മാവ് അങ്ങയോട് പശ വെച്ചൊട്ടിച്ചിരിക്കുന്നതാണ് എഴുതിയേക്കണത്. പശ വെച്ചു. അതെടുത്ത് പറയുകയാണ്. എന്താണ് ആ പശ? ആ പശ കൃപയാണ്, സ്നേഹമാണ്. ആ പശ ചക്കവളഞ്ഞിൻ പോലെയാണ്. ഒരിക്കൽ പെരണ്ട പോവില്ല. പിന്നെ ചക്കവളഞ്ഞിൻ കയ്യിൽ തൊട്ടാൽ പിന്നെ അത് പോവില്ല. അതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. എൻ്റെ ആത്മാ അങ്ങയോടൊട്ടി പശ വെച്ചൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. ഒരു പേന അല്ലെങ്കിൽ ആ ബാഗിൻ്റെ സൈഡ് പോക്കറ്റിൽ എൻ്റെ ഇൻസുലിൻ ഉണ്ടായി. ഇൻസുലിൻ പേന എൻ്റെ സൈഡ് പോക്കറ്റിൽ. അപ്പോൾ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ, വലത് കൈ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇച്ചിരി വലിയ പേനയാണ്. അപ്പോൾ ഇത് നമ്മളാണിതൊരാൾ. നമ്മളെവിടെയാണിപ്പോൾ? കർത്താവിൻ്റെ വലത് കൈയിലാണ്. വളരെ സുരക്ഷിതമില്ലേ? പക്ഷെ എന്നിരുന്നാലും ചില സാഹചര്യത്തിൽ നമ്മൾ വീണു പോകുന്നു. പാപം മൂലമാകാം, ബലഹീനതയാകാം, രോഗമാകാം. പക്ഷെ നമ്മൾ വീഴുമ്പോഴും നമ്മൾ എവിടെയാ? കർത്താവിൻ്റെ കയ്യിൽ തന്നെയാണ്. മനസ്സിലായോ? എൻ്റെ ആത്മാവ് അങ്ങയോ ഒട്ടി ചേർന്നിരിക്കുന്നു.
അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനങ്ങളിലാണ് ക്രിസ്തു വിജ്ഞാനീയം കൂടുതൽ. അപ്പം നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ആത്മാവിൻ്റെ തലത്തിലാണ്. നമ്മുടെ ആത്മാവ് ദൈവാത്മാവുമായിട്ട് ഒരിക്കലും അകറ്റാൻ പറ്റാത്ത രീതിയിൽ ഒട്ടിച്ചേർത്ത് വച്ചിരിക്കുകയാണ്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ മുതൽ ഈ ദൈവാത്മാവ് നമ്മളെ രക്ഷയുടെ പദ്ധതിയൊക്കെ ദൈവാത്മാവ് തന്നെ ചെയ്യണത്. അപ്പൊ ഈ ഒരു ചിത്രം എപ്പോഴും മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ശുശ്രൂഷാ ജീവിതത്തിലോ അല്ലാതെയോ ആണെങ്കിൽ തന്നെയും ഒരു ക്രിസ്തു അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതം വിജയിക്കണമെങ്കിൽ ഈ ദൈവാത്മാവിൻ്റെ ഒരു ഒഴുക്ക് അവൻ്റെ ആത്മാവിലേക്ക് ഉണ്ടാകണം. അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിന്ന് ഒരു ലോങ് ടൂർ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കും, ഇല്ലേ? നമുക്കിന്ന് ഫുൾ യാത്ര ചെയ്യാനുള്ളതാണ്. എന്ന മാതിരി രാവിലെ തന്നെ എഴുന്നേറ്റാൽ ആദ്യം നമ്മുടെ ആത്മാവിൽ പെട്രോൾ അടിക്കണം, ഇന്ധനം വേണം, ആ ചാലകശക്തി വേണം. അതില്ലാതെ നമ്മുടെ സാധാരണ ജീവിതം പോലും വിജയിക്കില്ല. അപ്പൊ പ്രത്യേകിച്ച് അഭിഷേകത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്നവർ എൻ്റെ അടുത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ അവരിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കും, ഒരു മിനിറ്റ് പ്ലീസ്, നിങ്ങൾ രാവിലെ എങ്ങനെയാണ് ദിവസം ആരംഭിക്കണത്? എത്ര സമയം പ്രാർത്ഥിക്കും? അപ്പോൾ ചിലവരിങ്ങനെ തലയിൽ, ഓ എൻ്റെ ബ്രദറേ, ഒട്ടും സമയമില്ല, പ്രാർത്ഥിക്കാൻ ഒട്ടും സമയമില്ല. ഈശോ വളരെ ചുരുക്ക സ്ഥലത്ത് പറയാറുണ്ട്, വിഡ്ഢിയായ മനുഷ്യ. ഇതാണ് പറയേണ്ടത്. പക്ഷെ പരസ്നേഹത്തിൻ്റെ പേരിൽ അത് പറയണില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, എന്തോ ഒരു വിഡ്ഢിയായ ശുശ്രൂഷകനാണ് നീ. ഈ ദൈവിക ശക്തി നമ്മളിലേക്ക് ഒഴുക്കാതെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? ഇതാണ് നിങ്ങൾ പഠിക്കേണ്ട ആദ്യ പാഠം. എന്നെയൊക്കെ കർത്താവ് വെളുപ്പിന് 3:30 മണിക്ക് ചെവിക്ക് പിടിച്ച് എണിപ്പിക്കും. എനിക്ക് ഈശോ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഈശോയുടെ ശിഷ്യരാണ് നമ്മളെങ്കിൽ നമ്മളും ഈശോയെ അനുഗമിക്കണം. അപ്പൊ നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ബാലപാഠം പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നു എന്നതിലാണ്. ഇനി മിനിമം ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നമുക്ക് 1 മണിക്കൂറൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ്, അതും പോയിട്ട് 5 മിനിറ്റ്സ് എങ്കിലും പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വരണ്ട് ഉണങ്ങിപ്പോകും. എന്ത് പ്രാർത്ഥിക്കണം? അങ്ങനെ ഒരു എമർജൻസിയിൽ ഇത്രയെങ്കിലും പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണേ, ഫിൽമി, സ്നേഹം, ശാന്തി, ആനന്ദം. ഒന്ന് എഴുതി വെച്ച്, സ്നേഹം, ശാന്തി, ആനന്ദം. ഫിൽമി വിത്ത് ലവ്, ജോയ്, പീസ്. 3 കാര്യമുണ്ട് ഇവിടെ. ആദ്യത്തേത് ആത്മാവിൻ്റെ ഫലങ്ങൾ. 12 ഫലങ്ങളുണ്ടെങ്കിലും ആദ്യം അറ്റ്ലീസ്റ്റ് ഈ 3 ഫിൽമി, ലവ്, ജോയ്, പീസ്. എല്ലാവരും പ്രാർത്ഥിച്ച്, ഫിൽമി, ലവ്, ജോയ്, പീസ്. ഫിൽമി, ലവ്, ജോയ്, പീസ്. ഫിൽമി, ലവ്, ജോയ്, പീസ്. ഇത്ര മതി. ഈശോ പറഞ്ഞു, നിങ്ങളുടെ മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഇല്ല. അപ്പം ചോദിച്ചാൽ അപ്പം കൊടുക്കും. ഇപ്പം നിങ്ങളുടെ മോള് വന്നിട്ട്, മമ്മി ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരാമോ?
പിന്നെന്താ ഇപ്പം ഉണ്ടാക്കി തരാം, ഉടനെ ഉണ്ടായിക്കോട്ടെ. അല്ല ഇങ്ങനെ പറയോ, നീ ഒരു 16 പ്രാവശ്യം ചോദിക്കുക, അല്ലെങ്കിൽ 33 പ്രാവശ്യം ചോദിക്കുക, എന്നാലേ ഞാൻ ഉണ്ടാക്കി തരുള്ളൂ എന്ന് പറയുമോ? ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ. നമ്മളോട് ചിലർ പറഞ്ഞേക്കണം ഒരു 16 വിശ്വാസ പ്രമാണം ചൊല്ലി, അപ്പോൾ കാര്യം നടക്കും. ഒരിക്കലും നടക്കില്ല. കാരണം വിശ്വാസം ഇല്ല എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണമുള്ളത്. വിശ്വാസമുള്ളവന് 16 പ്രാവശ്യം ചെല്ലേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈശോ അങ്ങനെ ഒരു സംഭവം എന്നെ കാണിച്ചു. ഒരു ടി വിയിൽ ഒരാൾ പറയണത്, ആ ശതാധിപൻ വന്ന് പറഞ്ഞത് കേട്ടോ, ഒരു വാക്ക് മതിയേ എന്നല്ലേ നിങ്ങളൊക്കെ പാടിയില്ലേ? അതെന്താണ് ആ പാട്ടിൻ്റെ അർത്ഥം? ശതാധിപന്റെ വാക്കുകളാണ്. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി, ആവട്ടെ എൻ്റെ ബുദ്ധിയിൽ സുഖമാവും. ആ സ്ഥാനത്താണ് നമ്മളിപ്പോൾ 1000 പ്രാവശ്യം എഴുതുന്നത്, 33 പ്രാവശ്യം പ്രാർത്ഥിക്കുക, 16 പ്രാവശ്യം പ്രാർത്ഥിക്കുക. പാസ് മാർക്ക് പോലും കിട്ടൂല. മനസ്സിലാവുന്നുണ്ടോ? ചിലർ ചിരിക്കണത്. ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാനൊരു പ്രൊട്ടക്ഷൻ പ്രാർത്ഥനയും ചെയ്യാറില്ല. കാരണം ഈ സർവാധിപനായ കർത്താവ് എൻ്റെ അകത്തിരിക്കുമ്പോൾ ഞാൻ കർത്താവിനെ പഠിപ്പിക്കണം, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം കേട്ടോ, തിരുരക്തം തെളിക്കണം കേട്ടോ. തിരുരക്തം തെളിക്കാൻ വേണ്ടിയാണോ തന്നേക്കണേ? ഈശോ പറഞ്ഞോ തിരുരക്തം തെളിക്കാൻ? ഈശോ പറഞ്ഞെന്താ? ഇത് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തമാണ്, ഇത് നിങ്ങൾ പാനം ചെയ്യും. നമ്മൾ തിരുരക്തം പാനം ചെയ്യുന്നവരാണ്. അപ്പൊ എന്നോട് ഈശോ, ഞാനും പണ്ട് തെളിക്കുന്ന ആളായിരുന്നു. അപ്പൊ പറയണേ, നീ തെളിക്കേണ്ട ആവശ്യം എന്താ? നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ തിരുരക്തം പാനം ചെയ്യുന്നു. അതൊരിക്കൽ പാനം ചെയ്താൽ നിത്യതയിലേക്കുള്ള വാല്യൂ ആണ് അതിനുള്ളത്. അപ്പൊ നമ്മൾ പഴയ നിയമത്തിലെ ചില സൂചനകൾ എടുത്തിട്ടാണ്. പഴയ നിയമത്തിൽ തിരുരക്തം തെളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിരുരക്തമല്ല, രക്തം തെളിക്കാൻ. ആടിൻ്റെയും മാടിൻ്റെയൊക്കെ രക്തം തെളിക്കാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? അവിടെ പറഞ്ഞിട്ടുണ്ട് അത് കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ട് കുടിക്കാൻ പാടില്ല? അത് ജീവനാണ്. എന്തിൻ്റെ ജീവൻ? മൃഗത്തിന്റെ ജീവനാണ്. ആ മൃഗത്തിന്റെ ജീവൻ കുടിക്കാൻ പാടില്ല. നിയമാവർത്തന ഗ്രന്ഥം 12:23. ആ മൃഗത്തിന്റെ രക്തം ആരും ഭക്ഷിക്കരുത്. അത് ജീവനാണ്. ആരുടെ ജീവൻ? മൃഗത്തിന്റെ ജീവനാണ്. അഫ്കോഴ്സ് അതിന് ദൈവിക ജീവനുണ്ട്, എങ്കിലും അത് മൃഗത്തിൻ്റെയാണ്. അതുകൊണ്ട് അത് പാനം ചെയ്യരുത്. അതിനെ അന്ന് അങ്ങനെ എഴുതിയിരിക്കുന്നത് വരാനിരിക്കുന്ന മറ്റൊന്നിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വരാനിരിക്കുന്നത്? ഈശോ തൻ്റെ ജീവരക്തം നമുക്ക് പാനം ചെയ്യാൻ തരുന്നു. അപ്പോൾ ആ രക്തം പാനം ചെയ്യുമ്പോൾ നമുക്ക് ആരുടെ ജീവൻ കിട്ടുന്നു? യേശുവിന്റെ ജീവൻ കിട്ടുന്നു. ആ പാനം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഇനി എന്തെങ്കിലും പ്രൊട്ടക്ഷൻ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ടോ? 91 സംഘത്തിന് ശരിക്കും ചെല്ലിപ്പോയിക്കോട്ടോ, വഴിക്ക് വല്ല അപകടം ഉണ്ടായിരിക്കാൻ. ഇതൊന്നും വിശ്വാസത്തിന്റെ ഭാഷയേ അല്ല. ഞാൻ യേശുവിൻ്റെ തിരു ശരീരം ഭക്ഷിക്കുകയും യേശുവിൻ്റെ തിരുരക്തം പാനം ചെയ്യുകയും യേശുവിൻ്റെ ആത്മാവിനാലും ദൈവത്വത്താലും നിറയുകയും യേശുവിൻ്റെ വചനത്താൽ പൂരിതനാകുകയും ചെയ്ത എനിക്ക് ഇനി മറ്റെന്ത് വേണം? പറയും നിങ്ങളൊന്ന് ചിന്തിച്ചേ. അവിടെയാണ് ഈശോ പറഞ്ഞത്, ഞാൻ പുനരുത്ഥാനമാകുന്നു. പുനരുത്ഥാനം ഒരു വ്യക്തിയാകുന്നു. ആ പുനരുത്ഥാനം എന്ന വ്യക്തി ഇപ്പൊ നമ്മളിൽ വസിക്കുന്നു. എന്തു വേണം? അപ്പൊ ഇങ്ങനെയുള്ള കുറെ രഹസ്യ വിസ്മരണീയമായ കാര്യങ്ങളെ മുറുക്കെ പിടിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരെ കർത്താവ് ഇങ്ങനെ പറയും, അവനെ വിട്ടേക്ക്, അവരെ വിട്ടേക്ക്, അവർ അന്ധരെ നയിക്കുന്ന
അന്ധന്മാരാണ്. അവരുപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇരുവരും കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ പാടിയോ? ഭക്ത്യാ വണങ്ങുന്നു സാഷ്ടാംഗം നിയമത്തിൻ വന്നല്ലോ കണ്ടോ? ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ പാടിപ്പോണു. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇംഗ്ലീഷിലായിരുന്നു എനിക്ക് പാടിയപ്പോഴാണ് പെട്ടെന്ന് മറന്നുപോയല്ലോ. അതിൻ്റെ അടുത്ത വരി ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: Senses cannot grasp this marvel, faith must come to compensate. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഇതേ രഹസ്യം മനസ്സിലാക്കാൻ പറ്റില്ല. വിശ്വാസത്താൽ മാത്രമാണ്. The new and perfect offering has come. All the old must terminate. അതാണ് പഴയ നിയമത്തിലെ ആരാധനാ സംവിധാനങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. പുതിയത് വന്നിരിക്കുന്നു. ഇതാരെഴുതിയതാണെന്നറിയോ? ആർക്കെങ്കിലും അറിയോ ഇതാരെഴുതിയതാണ്? ഈ ഗാനം ആരെഴുതിയതാണ്? പോപ്പ്? റോമൻ സക്സയിലുള്ളതാണല്ലേ? താങ്ക് യു, വെരി ഗുഡ്. തോമസ് അക്യൂനാസ്. 1264 അന്നത്തെ മാർപ്പാപ്പ അർബൻ 4-ാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് ഈ ഈശോയുടെ ശരീരത്തിൻ്റെ തിരുനാൾ, അതായത് കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ, ആ തിരുനാൾ ആരംഭിക്കാനുള്ള സന്ദേശം കിട്ടുകയും അപ്പോൾ അതിനുവേണ്ടി തോമസ് അക്യൂനാസിനോട് ഗീതങ്ങൾ എഴുതാൻ, ആരാധനാ ഗീതങ്ങൾ, വേറെ ഒരുപാട് ഗാനങ്ങളുണ്ട് കേട്ടോ, വളരെ വിസ്മരണീയമാണ്. അപ്പം നമ്മൾ ഈശോയെ ആരാധിക്കുമ്പോൾ മനസ്സിലാക്കണം, പഴയതെല്ലാം അവസാനിച്ചു, പുതിയത് വന്നിരിക്കുന്നു. ഇനിയും നമ്മൾ ആ പഴയ ആരാധനാക്രമത്തിൽ കിടക്കരുത്. ഇന്നലെ നമ്മൾ ജെറമ്യായുടെ പ്രവചനം വായിച്ചു. നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടി അല്ല ഇത് പുതിയൊരു ഉടമ്പടിയാണ്. അപ്പൊ നമ്മൾ ഈ പുതിയ ഉടമ്പടിയുടെ വക്താക്കളാണ്. അപ്പൊ അതിൽ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ത്രിവിധ അഭിഷേകം എന്നുള്ളതാണ്. ത്രിവിധ അഭിഷേകം ഇന്നത്തെ ആരാധന സമയത്ത് ഞാൻ അതിനൊരു സൂചന തന്നു. നമ്മൾ പറയാറുണ്ടല്ലോ, പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ, അല്ലെങ്കിൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ നിറയ്ക്കാൻ പറ്റില്ല. എളുപ്പം മനസ്സിലാവുന്ന ഒരു കണക്കതാണ്. പുതിയ വീഞ്ഞിൽ 3 അഭിഷേകമുണ്ട്, പഴയ വീഞ്ഞിൽ 2 അഭിഷേകമുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരിലും ത്രിവിധ അഭിഷേകമുണ്ട്. എന്താണ് രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞാൽ? ഈശോ രാജാവായിട്ട് വന്നത് പ്രൗഢഗംഭീരമായ ഒരു സൈന്യത്തെയോ വലിയ യുദ്ധക്കോപ്പുകളോ കൊണ്ടൊന്നുമല്ല, കുതിരപ്പുറത്തുമല്ല വന്നത്, വെറും ഒരു കഴുതപ്പുറത്ത് സമാധാന സ്ഥാപകനായിട്ടാണ് വന്നത്. രാജാവ് കഴുതപ്പുറത്ത് വരികയാണെങ്കിൽ, ഒരു യുദ്ധസ്ഥലത്ത് രാജാവ് കഴുതപ്പുറത്ത് വരികയാണെങ്കിൽ ഉടനെ യുദ്ധം അവസാനിച്ചു എന്നർത്ഥം. ആ രാജാവ് സമാധാനം സ്ഥാപിക്കാൻ വരുന്നു എന്നർത്ഥം. അതാണ് അതിൻ്റെ ചിഹ്നം. കഴുതപ്പുറത്ത് വരുന്നു എന്നർത്ഥം സമാധാന സ്ഥാപകനാണ് രാജാവ്. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും
ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യം എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിലുള്ള ശക്തിയുടെയും രാജ്യമാണ്. അപ്പോൾ നമ്മൾ ദൈവരാജ്യം ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പോരാ. എന്താണ് ഈ ദൈവരാജ്യം? എന്താണ് രാജ്യത്വം? ഈ രാജാവ് സർവാധിപനാണ്. ഹീസ് എ സോവറിൻ ഗോഡ്. സകലതും അവന്റെ പരിപാലനയിലാണ്. ഈ സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ആ പരിപാലനയുടെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം. ആ രാജാവ് പറയാണ്, എൻ്റെ നാമത്തിൽ ഈ ചെക്ക് നീ സൈൻ ചെയ്തോ, ഇറ്റ് വിൽ ബി പെയ്ഡ്. ഒരു ബാങ്ക് മാനേജർ ആണെങ്കിൽ അയാൾക്ക് ഒരു അതോറിറ്റി കൊടുക്കുകയാണ്. യു ക്യാൻ സൈൻ ഓൺ ബിഹാഫ് ഓഫ് ദ ബാങ്ക്, ദ നെയിം ഓഫ് ദ ബാങ്ക് ആൻഡ് പുട്ട് ദ സ്റ്റാമ്പ് ഓഫ് ദ ബാങ്ക് ആൻഡ് ഇറ്റ് ഈസ് പാസ്ഡ്. എന്ന പോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എന്നിൽ വിശ്വസിക്കുന്നവന് എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ രാജാവാണ്. ഞാൻ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഇളവ് ചെയ്തു തന്നിരിക്കുന്നു. നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഇളവ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അവന് ശരിക്കും നല്ല പണിഷ്മെന്റ് കൊടുക്കണം. ഇതാണ് നമ്മുടെ ഇല്ല, ഞാൻ ഇളവ് ചെയ്തിരിക്കണം. അപ്പൊ നിയമം അത് എനിക്കറിയാം. നിയമമൊക്കെ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ രാജാവാണ്. ഞാനാണ് നിയമം ഉണ്ടാക്കിയ ആള്. ഈ നിയമം ഉണ്ടാക്കിയ ആൾക്ക് ചിലവർക്ക് അത് വേവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് കീഴ്ക്കോടതി ഒരാളെ വിധിച്ചു, മേൽക്കോടതി വിധിച്ചു, ഹൈക്കോടതി വിധിച്ചു വധശിക്ഷയ്ക്ക്. പക്ഷെ ഈ ആൾ അവസാനം സുപ്രീം കോടതിയും വിധിച്ചു വധശിക്ഷയ്ക്ക്. അവസാനം ഇനി എന്തോ ആക്കിയിട്ട് ദയായാചനയ്ക്ക് രാജാവിൻ്റെ അടുത്ത്, പ്രസിഡന്റിന്റെ അടുത്ത് ചെന്നപ്പോ പ്രസിഡന്റിന് ഇയാളോട് മനസ്സലിവ് തോന്നി. ഇയാളുടെ ദയായാചന ഇതാണ് പറയുന്നത്, ശരിയാണ്, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ ഈ വധശിക്ഷയ്ക്ക് അർഹനാണ്, സമ്മതിച്ചു. പക്ഷേ എന്നോട് ദയ കാണിക്കണം. എനിക്ക് 4 മക്കളുണ്ട്, ഭാര്യയുമുണ്ട്. ഞാൻ പോയാൽ അവർക്ക് ജീവിതത്തിന് വേറെ ആരുമില്ല. അതുകൊണ്ട് അവരെ പ്രതി എന്നോട് ദയ കാണിക്കണം. ഓക്കെ, വധശിക്ഷ ക്യാൻസൽ. 10 വർഷം കോടതി ഇറങ്ങി നടന്ന് എല്ലാ കോടതിയും വിധിച്ച വധശിക്ഷ ഒറ്റ മിനിറ്റ് കൊണ്ട് ക്യാൻസലാക്കി. അതാണ് ദൈവത്തിൻ്റെ രാജ്യത്വം എന്ന് പറയുന്നത്. ദൈവത്തിന് ഇതെല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. എല്ലാം ക്യാൻസലാക്കണം. ക്യാൻസൽ ആ വാക്കാണ് ഈ ലത്തീൻ ആരാധനാക്രമത്തിലെ പ്രിഫേസ് എന്ന് പറയും. അതായത് മലയാളത്തിൽ എന്താ, ആമുഖ ഗീതം. അത് 50 ആമുഖ ഗീതങ്ങളുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യണം. അതൊന്ന് വിശദമായിട്ട് പ്രാർത്ഥിച്ച് നോക്കണം. അതിലൊരെണ്ണം ഇങ്ങനെയാണ്: Oh Lord, through your incarnation you have reconciled us with the Father. Through your passion you cancelled our sins. Through your resurrection you gave us new life. Through your ascension you opened heaven for us. Therefore with all the saints and angels and choirs of seraphims we sing Hosanna. മനസ്സിലായോ എവിടെയാണ് ആ പാട്ട്? പരമപരിശുദ്ധനായ പിതാവേ, ഓ ലോർഡ്, കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും. കറക്റ്റ്, കണ്ടോ ആ വാക്ക്? കേട്ടോ, ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ ഞങ്ങൾക്കായി സ്വർഗം തുറക്കുകയും ചെയ്തതിനാൽ സകല മാലാഖാവൃന്ദത്തോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ക്രിസ്മസിന്റെ അന്നത്തെ ആമുഖ ഗീതം ഇപ്പോഴേ തന്നെ നിങ്ങൾ നോക്കി വെച്ചോ. Oh Lord, through your incarnation you made a holy exchange
with our fallen humanity and with your divinity. മനസ്സിലായോ? അങ്ങയുടെ ദൈവിക ജീവൻ നമ്മുടെ മാനുഷിക അധപ്പതിച്ച മനുഷ്യത്വമായിട്ട് ഒരു കൈമാറ്റം നടത്തിയിരുന്നു. എക്സ്ചേഞ്ച്, കൈമാറ്റം. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അധപ്പതിച്ച മനുഷ്യ ജീവനെ ദൈവം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ദൈവിക ജീവനെ നമുക്ക് നൽകിയിരിക്കുന്നു. അതാണ് ഇൻകാർണേഷൻ. എവിടെ എൻ്റെ ഉണ്ണീശോ? കൊണ്ട് നടക്കണേ. എന്തുകൊണ്ടാ? ഈ ഉണ്ണീശോനെ നിങ്ങൾ ഈ പ്രാവശ്യം പിറവിത്തിരുന്നാൾ കഴിഞ്ഞാൽ ഉണ്ണീശോനെ വീട്ടിൽ നിന്ന് മാറ്റരുത്. ഉണ്ണീശോ എന്നും വീട്ടിലുണ്ടാകണം, എന്നും ഉണ്ണീശോനെ മുത്തണം. കാരണം പാപം ചെയ്ത മനുഷ്യരെല്ലാവരും ഈ ഉണ്ണീശോയിലുണ്ട്. നമ്മുടെ അയൽവക്കാരോ അവനെ ഉണ്ണീശോയിൽ വേണോ? അവനെ കേട്ടണോ? ആ കള്ളുകുടിയനോ, ആ കഞ്ചാവ് അടിക്കണവനോ, അവനൊക്കെ കേട്ടണോ? നമുക്കങ്ങ് പറ്റണില്ല. അവനൊക്കെ ഉണ്ണീശോയിലുണ്ടെന്നോ? എം.കെ. ഗാന്ധി വലിയ കാര്യത്തിന് ഈശോയുടെ സ്നേഹമൊക്കെ വായിച്ചറിഞ്ഞപ്പോ ഒരു കത്തോലിക്ക പള്ളി ചെന്ന വഴി അങ്ങനെ പേടിച്ചു പോയി. തനിനിറപ്പോഴല്ലേ മനസ്സിലായത്. അതുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനി ആയില്ല. ഞാൻ ഈശോയുടെ വചനം പാലിച്ചാൽ ഒരു ക്രിസ്തു ശിഷ്യനായി ജീവിച്ചോളാം എന്ന് പറഞ്ഞു. മനസ്സിലായോ? സുവിശേഷ വേലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരെയും ഈശോ തൻ്റെ ശരീരത്തിൽ മനുഷ്യാവതാരത്തിലൂടെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. പിന്നലെ പിതാവ് പറഞ്ഞ കാര്യം പറഞ്ഞ അല്ലേ, വിശുദ്ധ 519 CCC 519 പറയുന്നതാണത്. 518 വിശുദ്ധ ഇറേനിയൂസ് പറഞ്ഞ കാര്യം. അതായത് ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും 518 ഒരു പുനർപ്രതിഷ്ഠയുടെ റീക്യാപിറ്റുലേഷൻ പുനഃപ്രതിഷ്ഠയുടെ രഹസ്യമാണ്. അവിടുന്ന് ചെയ്തതും പറഞ്ഞതും സഹിച്ചതുമെല്ലാം അധപ്പതിച്ച മനുഷ്യനെ അവന്റെ ആദ്യ വിളിയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. ഇനി ഇറേനിയൂസ് പറഞ്ഞത്, അവിടുന്ന് മനുഷ്യപ്രകൃതി സ്വീകരിച്ചു. മനുഷ്യനായി തീർന്നപ്പോൾ മാനവവംശത്തിന്റെ സുദീർഘമായ ചരിത്രത്തെ തന്നിൽ പുനരാവിഷ്കരിച്ചു. നമുക്ക് ഈ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവോ? നമുക്ക് സമ്യക്കായി ഇതിന്റെ അർത്ഥം എന്താ? സമ്യക്കായി രക്ഷ പ്രദാനം ചെയ്തു. കേട്ടോ? നിങ്ങൾക്ക് മലയാളം അറിഞ്ഞൂടാ. എനിക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായിരുന്നില്ല. പിന്നെ വലിയ പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. ഷോർട്ട് കട്ട്, രക്ഷയ്ക്കൊരു ഷോർട്ട് കട്ട് നേടി തന്നു. രക്ഷയ്ക്ക് ഒരു ഷോർട്ട് കട്ട്. സമ്യക്കായി, ഇത് എഴുത്തുപാടി പോയി. സമ്യക്കായി രക്ഷയ്ക്ക് ഉണ്ടോ? ഈ കാറ്റഗിസം മലയാളം ഉണ്ടായാൽ പോരാ, ഇംഗ്ലീഷും ഉണ്ടാവണം. അപ്പോഴാണ് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. നമുക്ക് സമ്യക്കായി രക്ഷ പ്രദാനം ചെയ്ത് തുറന്നു തന്നു. അപ്പം അതിനകത്ത് എൻ്റെ ഇംഗ്ലീഷ് കാറ്റഗിസം ഉണ്ട്. ഇംഗ്ലീഷ് കാറ്റഗിസം പ്രദാനം ചെയ്തു. അങ്ങനെ ആദത്തിൽ നമുക്ക് നഷ്ടമായത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കുന്ന അവസ്ഥ ക്രിസ്തുവിൽ നമുക്ക് പുനഃപ്രാപ്യമാകാൻ വേണ്ടിയായിരുന്നത്. ഈ പുസ്തകം ഞാനിവിടെ വെച്ചേക്കാം. നിങ്ങളിതൊന്ന് എടുത്തൊന്ന് തുറന്നു നോക്കിക്കോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. ഇതുണ്ട്, ഇതെൻ്റെ ഇംഗ്ലീഷ് പുസ്തകം.
ഇതിന്റെ അവസ്ഥ നോക്കിയേ. ഇതിന്റെ കവർ എവിടെ പോയി നോക്കും? കവർ അവിടെ ഉണ്ട്. ഓക്കെ, ഇതും ഇവിടെ വെച്ചേക്കാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനൊരു പുസ്തകം കാണും. 30 വർഷമായിട്ട് ഇത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷെ ഈ പുസ്തകം ഇപ്പോൾ 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. 518 ആണ് ഷോർട്ട് കട്ട്. അങ്ങനെയാണ് ഇത് പഠിച്ചത്. ദാറ്റ് മാൻകൈൻഡ് ആൻഡ് പ്രൊക്യൂർഡ് ഫോർ us എ ഷോർട്ട് കട്ട് ടു സാൽവേഷൻ. അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ നുണ പറഞ്ഞാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇതൊക്കെ പറഞ്ഞാലേ പിള്ളേര് എന്തെങ്കിലും ചെയ്തു കളയും, കൂടുതൽ പാപം ചെയ്തു പോകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഒരിക്കലും ഒരു അമ്മച്ചി എൻ്റെ അടുത്ത്, ഒരു കൊച്ചിൻ്റെ അടുത്ത് എന്ന് പറയാൻ, ബ്രദറങ്ങളെ അടുത്ത ഞായറാഴ്ച എനിക്ക് ആദ്യ കുർബാനയ്ക്കുള്ളതാണ്, അത് കഴിഞ്ഞ് ഞാൻ എന്തെങ്കിലും തിന്മ ചെയ്താൽ ഉടനെ നരകത്തിൽ പോവല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മേനെ കാണാണ്ട് വന്ന് ചോദിക്കാണ് വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അമ്മ ഇത് കേട്ട് ഓടി വന്നേക്കാണ്. എൻ്റെ ബ്രദറെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇവർ വലിയ പാപം ചെയ്തു പോകും. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് ആദ്യ കുർബാനയ്ക്ക് അവന് തയ്യാറാക്കണോ? അവന് വിശ്വസിക്കാൻ പറ്റില്ല. അത് കർത്താവ് ഇത്ര സ്നേഹമാണ്, കരുണയാണ്. നമ്മൾ കരുണയുടെ പടമൊക്കെ വെച്ചുകൊണ്ട് കരുണ കൊന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്ന കർത്താവ് കരുണ കട്ടയാണെന്ന് നമ്മൾ മനസ്സിലാകാത്ത എന്തുകൊണ്ടാണ്? ആ പടത്തിലാണോ കരുണ? അത് നമ്മൾ സ്വീകരിക്കുന്ന യേശുക്രിസ്തുവിലാണോ കരുണ? പറയേ. ഞാനങ്ങനെ ചെയ്യേണ്ടതല്ല പറയണത്. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 4-ാം തീയതി യാദൃച്ഛികമായിട്ട് ഈ കരുണയുടെ പടം ആദ്യമായിട്ടുണ്ടായ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അത് ലുത്വേനിയയിലെ വിൽനസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പോളണ്ടിലല്ല ഇതിൻ്റെ വെളിപ്പെടുത്തൽ പുണ്യവതിക്ക് കിട്ടിയത്. അത് കരുണയുടെ ഈ ഫസ്റ്റിനയുടെ ഫീസ്റ്റിൻ്റെ അന്ന് ഞാൻ അവിടെ എത്തിപ്പെട്ടേക്കണം. ആ കരുണ ചിത്രത്തിൻ്റെ ഒറിജിനൽ പിക്ചർ ദർശനത്തിൽ കിട്ടിയ ആ സ്ഥലത്ത്. അപ്പം അന്ന് അവിടുത്തെ കുർബാനയിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. പിന്നീട് കാലത്ത് ഫസ്റ്റീനയ്ക്ക് ഭയങ്കര പ്രയാസങ്ങളുണ്ടായി. വിശ്വാസം തളർന്നു പോകുന്ന അവസ്ഥമായിട്ട് തോന്നി. അവസാനം കർത്താവ് ഫസ്റ്റീനയോട് പറഞ്ഞു, എൻ്റെ തിരുരക്തത്തിലും തിരുബോധ്യത്തിലും, അതായത് ജീവന്റെ അപ്പത്തിലും മാത്രമേ നിനക്ക് പൂർണ്ണത കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് അവസാനം ഫസ്റ്റീനയ്ക്ക് ആ പൂർണ്ണതയിലേക്ക് വരാൻ സാധിച്ചതെന്ന് മറ്റൊരു സ്ഥലത്ത് എഴുതിയിരിക്കുന്നതും ഫസ്റ്റീനയുടെ കുമ്പസാരക്കാരൻ സർട്ടിഫൈ ചെയ്തതുമായ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഇത് നമ്മളാരും വായിച്ചിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഭാഷയിലാണ് തർജ്ജമ ചെയ്തത്. അപ്പോൾ എൻ്റെ തർജ്ജമക്കാരി പെണ്ണിത് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് അത്ഭുതം തോന്നി. അപ്പോൾ ഞാൻ രണ്ടാമത് അവളോട് ചോദിച്ചു, അത് തന്നെയാ. എനിവേ, അപ്പൊ നമ്മൾ ഓരോ പുണ്യവതിമാരുടെ പുറകെ നടക്കണമെന്നല്ല പറഞ്ഞേക്കണത് ഈശോ. എൻ്റെ പുറകെ വരാനാ പറഞ്ഞത്. പുണ്യവതിമാർക്ക് കർത്താവ് പറഞ്ഞു കൊടുത്തേക്കുന്ന കാര്യങ്ങൾ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യാനുള്ളതല്ല. ചിലവരെന്നോട് ചോദിക്കും, ഫസ്റ്റീനയുടെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അത് നമ്മൾ ചെയ്യണ്ടേ? വേണ്ട, അത് അവരോട് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അപ്പൊ അവളോട് ചെയ്ത് പറഞ്ഞത് അവളോട് ചെയ്യണം. നിനക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 5 മക്കളുണ്ട്. 5 മക്കളുള്ള നീ ചെയ്യണ കാര്യവും ഒരു മക്കളില്ലാതെ ഒരു ക്ലോസ്റ്ററിൽ ജീവിച്ച അവൾ ചെയ്യണ കാര്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? അതാണ് അധികം പുണ്യവതിമാരും പുണ്യവാന്മാരും ക്ലോയിസ്റ്റഡ് ലൈഫിലുള്ളവരായിരുന്നു. നമ്മുടെ ജീവിതം വേറെ അതിനേക്കാൾ വളരെയധികം സഹനങ്ങളും പരിത്യാഗങ്ങളും ആവശ്യമുള്ള കുടുംബ ജീവിതത്തിലുള്ളതാണ്. അങ്ങനെയുള്ള കുടുംബ
ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു പുണ്യവതിയെയും പുണ്യവാനെയും ഒന്നാകെ കോപ്പി ചെയ്യാൻ പാടില്ല. ഇതൊരു പുണ്യവാൻ പറഞ്ഞു. അതേതാ പുണ്യവാൻ? ഇപ്പൊ ഉള്ള പുതിയ പുണ്യവാൻ കാർലോ അക്വിറ്റസ് പറഞ്ഞതായി മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, യൂത്തിന് എഴുതിയ ലെറ്ററിൽ. സമയം പോയോ ദൈവമേ, ഞാൻ വരദാനത്തിലേക്ക് വന്നില്ലല്ലോ. ചായ ഒന്നും ഇല്ല ഇന്ന്. ചായക്കച്ചവടമൊക്കെ നിർത്തി. ഇവിടെ വരകളെ കുറിച്ചാണ് ഇവിടെ. ഇപ്പൊ മണി എത്രയായി? അച്ഛൻ പോയതോടുകൂടി സമയവും പോയി. അപ്പൊ കാർലോ അക്വിറ്റോസ് പറഞ്ഞതായിട്ട് ക്രിസ്തുസ് വിവിത്ത് 104-ാമത്തെ ഖണ്ഡികയിൽ എഴുതിയിരിക്കുകയാണ്, പല യുവതി യുവാക്കളും ഫോട്ടോ കോപ്പിയായി മാറി അവരുടെ സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു. അങ്ങനെ നിങ്ങൾ ഫോട്ടോ കോപ്പി ആകരുത്. അതായത് ആരെയും ഫോട്ടോ കോപ്പി അടിക്കരുത്. നമുക്ക് ഓരോരുത്തരിലും ദൈവം ഒരു വിശുദ്ധനെയാണ് തന്നേക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു വിശുദ്ധനാണ്. ഈ തോമസ് പോളിന്റെ മാതിരി ഒരു വിശുദ്ധനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ക്യാമറയൊക്കെ ചുമന്നുകൊണ്ട് നടന്നു കണ്ടു. ഇന്നലെ വരെയുള്ള വീഡിയോ മുഴുവനും യൂട്യൂബിലിട്ട ആൾക്കാരെല്ലാം കണ്ടുകൊണ്ട് ത്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെന്ന് കണ്ടോ? എവിടെ പോകുമ്പോഴും ഇതെല്ലാം ചുമന്നുകൊണ്ടാണ് നടക്കണത്. കാർലോനേക്കാളും വലിയൊരു വിശുദ്ധനല്ലേ ഞാനിപ്പോ. ഇത് കാർലോനെ കോപ്പി ചെയ്തതല്ല. കാർലോ ഇതൊന്നും കൊണ്ടു നടന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇത്രയും ക്യാമറ, ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ട് നടക്കണ ഒരു സുവിശേഷ വേലക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയും. ഇപ്പൊ കണ്ടോ? പക്ഷെ എന്നെ കോപ്പി അടിക്കരുത്. നിങ്ങൾ ഇതിനേക്കാളും നല്ല എക്യുപ്മെന്റുകൾ ചെയ്യണം. എനിവേ, അപ്പൊ നമ്മളിവിടെ നിർത്തല്ലേ? അല്ല, ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ പ്രധാന കാര്യം ഇതാണ്, നമ്മൾ ഓരോരുത്തരിലും ദൈവം വ്യത്യസ്തമായ വരങ്ങൾ തന്നിട്ടുണ്ട്. ഈ വരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ സാധാരണ ജീവിത രീതിയിൽ തന്നെ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ അരക്ഷിതാവസ്ഥകളാണ്. അതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളാകാം, ഒരു കാരണം നമ്മളെക്കുറിച്ചുള്ള വിളി എന്താണെന്നും നമ്മളിലുള്ള വരങ്ങൾ എന്താണെന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഞാൻ എന്നിലുള്ള വരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരണ ഒരു അനുഭവമാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാണ്. ഇന്നെനിക്ക് ഇപ്പൊ 35 വർഷമായി പലരും ചോദിക്കാനുണ്ട്, സാറ് മടുത്തില്ലേ? ആ വാക്കേ പറഞ്ഞു പോകരുത്. അതെനിക്ക് കേൾക്കാനേ പാടില്ല. അത് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല. ഇപ്പൊ ഇന്നലെയൊക്കെ എന്റെ നടപ്പ് കണ്ടിട്ട് നിങ്ങൾ എന്ത് തോന്നി? ഈ സാറ് ടോക്ക് കൊടുക്കുന്നോ? വിശ്വസിക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ കണ്ടോ? അപ്പൊ നമ്മളിലുള്ള അഭിഷേകം എന്താണെന്നും നമ്മുടെ വിളി എന്താണെന്നും നമ്മിലുള്ള ഗവേണിംഗ് ഗിഫ്റ്റ്, രോഗശാന്തിപരമാകാം, വ്യത്യസ്ത വരങ്ങളുണ്ടാകാം. അപ്പോൾ നമ്മളെ ഇതാരും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചിരിക്കണം ഇതെല്ലാം അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും കൂടി വന്ന വലിയ ധ്യാന ഗുരുക്കൾക്കാർക്കല്ല. അങ്ങനെയല്ല. എല്ലാവരിലും കർത്താവ് ഈ ത്രിവിധ അഭിഷേകം തന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകമായ ചില വിളി. എല്ലാവരും പ്രവാചകരാണോ? എല്ലാവരും അപ്പസ്തോലരാണോ? ഓരോരുത്തരിലും വ്യത്യസ്ത രീതിയിൽ ദാനങ്ങൾ വഴി. അപ്പൊ ഇപ്പൊ നമ്മൾ ഉടനെ തന്നെ പെട്ടെന്ന് ചായ കുടിച്ച് വന്നിട്ട്, അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഗ്രൂപ്പ് ആയി കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോവാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നലെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം. ഇപ്പോ നീന്തൽ പഠിക്കണമെങ്കിൽ തിയറി കൊണ്ട് പഠിക്കാൻ പറ്റുമോ? വെള്ളത്തിലേക്ക് എടുത്ത് ചാടണം. കറക്റ്റ് അതാണ്. പല പ്രാവശ്യം ഗ്രൂപ്പായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ 2-3 പേർ കൂടുകയാണെങ്കിൽ ഈശോ പറഞ്ഞ ഈ വചനം ഓർക്കുക, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കും.
നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിരുന്നു കുടിക്കോ. അവിടെ ഈ വചനമനുസരിച്ച് കർത്താവ് നിങ്ങളുടെ മധ്യേ ഉള്ള ഒരു അനുഭവം നിൽക്കുന്നുണ്ടാവും. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരെങ്കിലും ഒരുമയോടെ എന്ത് ചോദിക്കുന്നുവോ അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത്, കർത്താവേ, ഈ വ്യക്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ വ്യക്തിയിലുള്ള വരകൾ തുറക്കണമേ. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കുവിൻ തരപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇത്? സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ ദർശനമായിട്ടും പ്രവചനമായിട്ടും രോഗശാന്തിയായിട്ടും എല്ലാം നമ്മളിലേക്ക് വരങ്ങൾ തുറന്നു വരും. അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ എല്ലാവരും ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്യാം. യെസ്.